ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് മേട്ടുംപുറം മഖാം ഉറൂസ് വ്യാഴാഴ്ച തുടങ്ങുമെന്ന് ജമാഅത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി വരെയാണ് ഉറൂസ് നടക്കുന്നത്. ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്ത് മേട്ടുപുറം മഖാം ഉറൂസ് വ്യാഴാഴ്ച മുതൽ 11-ാം തീയതി വരെ നടക്കുമെന്ന് ജമാഅത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദിക്കാട്ടുകുളങ്ങര മേട്ടുംപുറം മഖാം ഉറൂസാണ് ഈ വരുന്ന മെയ് 8, 9, 10, 11 തീയതിയിൽ നടത്തപ്പെടുന്നു. ജാതിഭേദമന്യേ എല്ലാവരും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടുന്നതിനും സാഫല്യം നേടുന്നതിനു വേണ്ടി നേർച്ച അർപ്പിക്കുക. അവർ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 333 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ മക്ബറയാണ് ആദിക്കാട്ടുകുളങ്ങര മേട്ടുംപുറം മഖാമിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നീണ്ടു നിൽക്കുന്ന 4 ദിവസത്തെ പരിപാടിയാണ്. 1-ാം ദിവസം കൊടിയേറ്റൽ കൂടി തുടക്കം കുറിക്കുന്ന, അതിനുശേഷം ഹത്തം ദുആയും പിന്നീട് മതപ്രസംഗ പരമ്പരയും അതുപോലെ തന്നെ പ്രസിദ്ധരായ സാധക്കന്മാരുടെ നേതൃത്വത്തിലുള്ള മതപ്രഭാഷണവും തങ്ങളുടെ ദുആയും തുടർന്ന് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ എല്ലാ വിശ്വാസികളെയും ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജത്തിന്റെ മേട്ടുംപുറം മഖാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടിയൊക്കെയാണ് കമ്മിറ്റി നേതൃത്വം നൽകി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1-ാം ദിവസം രാവിലെ ജമാഅത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മദ്രസ കുട്ടികളും അതുപോലെ തന്നെ PTA ഭാരവാഹികളും ജമാഅത്ത് അംഗങ്ങളും നേതൃത്വം നൽകുന്ന സ്വലാത്ത് ജാഥ ആദിക്കാട്ടുകുളങ്ങര ദർഗാ ഷരീഫിൽ നിന്ന് ആരംഭിച്ച് മേട്ടുംപുറം മഖാമിൽ എത്തിച്ചേരുമ്പോൾ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ ഉറൂസിന് ആരംഭം കുറിക്കുന്നത്. 1-ാം ദിവസം രാത്രി 9 മണിക്ക് ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തുൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്തിന്റെ അസിസ്റ്റന്റ് ഇമാം അർഷുദ്ദീൻ മൗലവി നേതൃത്വം നൽകുന്ന മതപ്രഭാഷണ പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2-ാം ദിവസം രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ അവിടേക്ക് എത്തുകയും നേർച്ചകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് 2-ാം ദിവസം വൈകിട്ട് നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന മജ്ലിസ് നൂർ എന്ന് പറയുന്ന വിശ്വാസികൾക്ക് വളരെ ഹൃദ്യമായ ഒരു പരിപാടിയാണ് നടക്കുന്നത്. 3-ാം ദിവസവും ഇതോടൊപ്പം തന്നെ പകൽ രാവിലെ സുബഹി നമസ്കാരം മുതൽ തന്നെ ഹത്തം ദുആയും അതോടൊപ്പം തന്നെ നേർച്ചകൾ അർപ്പിക്കലും ഒക്കെ നടക്കും. വൈകുന്നേരം പഴകുളം, നമ്മുടെ സമീപ പ്രദേശമായ പഴകുളം ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട ഇമാമ് നേതൃത്വം നൽകുന്ന മതപ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും. അവസാന ദിവസമായ ഞായറാഴ്ച ചരിത്ര പ്രസിദ്ധമായ അന്നദാനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഏകദേശം നമ്മുടെ സമീപത്തെ 7 ജില്ലകളിൽ നിന്നും ആൾക്കാരെത്തുന്ന വളരെ വലിയ മഹത്തായ ചരിത്രപരമായ അന്നദാനമാണ് നടക്കുന്നത്. ഏകദേശം നമ്മൾ ഒരു 15,000 പേരോളം പ്രതീക്ഷിക്കുന്ന ഒരു അന്നദാനമാണ് അന്ന് നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 7-ന് മഖാം സിയാറത്ത് നടക്കും. തുടർന്ന് 7:30-ന് കൊടിയെടുപ്പും ദിക്കർ സ്വലാത്ത് ജാഥയും കൊടിയേറ്റും നടക്കും. ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനമൂട്ടിൽ കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് സിയാറത്തും നേർച്ചകൾ അർപ്പിക്കലും നടക്കും. രാത്രി 8:30 മുതൽ അർഷുദ്ദീൻ ജലാലിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം നടക്കും. 10 മണി മുതൽ ജമാഅത്തിലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ കുത്തുബിയാത്ത് റാത്തീബും നടക്കും. മെയ് 9-ന് രാവിലെ 8 മുതൽ മഖാം സിയാറത്ത്, നേർച്ചകൾ അർപ്പിക്കൽ എന്നിവയുണ്ടാകും. രാത്രി 9 മണി മുതൽ ജമാഅത്തിലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂർ നടക്കും. 10-ാം തീയതി രാവിലെ 8 മുതൽ മഖാം സിയാറത്ത്, നേർച്ചകൾ അർപ്പിക്കൽ എന്നിവ നടക്കും. 9 മണി മുതൽ പഴകുളം നൂറുൽ ഹുദ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ ഹാമിദ് അൻവരിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം നടക്കും. മെയ് 11-ന് രാവിലെ 8 മണിക്ക് മഖാം സിയാറത്ത്, നേർച്ചകൾ അർപ്പിക്കൽ. രാവിലെ 10 മണി മുതൽ ഖാദിരിയ ഫിഖ് കോളേജ് പ്രിൻസിപ്പൽ അൽ ഹാഫിസ് അഫ്സൽ മനാനിയുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുർആൻ എന്നിവ നടക്കും. രാവിലെ 11:30 മുതൽ അസിസ്റ്റന്റ് ഇമാം അർഷുദ്ദീൻ ജലാലിയുടെ നേതൃത്വത്തിൽ ഖത്തം ദുആയും നടക്കും. തുടർന്നാണ് ചരിത്രപ്രസിദ്ധമായ അന്നദാനം നടക്കുന്നത്. രാത്രി 8:30 മുതൽ അഹമ്മദ് കബീർ ബാഖഫിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം ഉണ്ടാകും. 10 മണി മുതൽ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ യമാനി അൽ ഹൈദ്രൂസിയുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസും ഉണ്ടാകും. ജമാഅത്ത് പ്രസിഡന്റ് സജീവ് പൈനമൂട്ടിൽ, സെക്രട്ടറി ആർ മുഹമ്മദ് റഫീഖ്, ട്രഷറർ സജീവ് റാവുത്തർ, വൈസ് പ്രസിഡന്റ് ഷറഫ് അലി കബത്ത്, ജോയിന്റ് സെക്രട്ടറി ജെ ഷെരീഫ്, കമ്മിറ്റി അംഗം എ ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ചാരുമൂട്.